വാർത്തകളിലേക്ക്. കേരള യൂണിവേഴ്സിറ്റി തർക്കത്തിൽ രജിസ്ട്രാറുടെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കേരള വിസി മോഹനൻ കുന്നുമ്മൽ താൻ സസ്പെൻഡ് ചെയ്ത KS അനിൽകുമാർ ആദ്യം പുറത്തു പോകട്ടെയെന്നും എന്നിട്ട് സിൻഡിക്കേറ്റ് വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നുമാണ് വിസിയുടെ നിലപാട്. താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പന് മുഴുവൻ ചുമതലയും കൈമാറണമെന്നാണ് വിസിയുടെ ആവശ്യം. സേഫ് സെയിൽനാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ, സർക്കാർ തന്നെ മുൻകൈയെടുത്തൊരു സമവായത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ള വാർത്തകൾ വന്നതിന് തൊട്ടുപിറകെയാണ് വിസിയുടെ നിലപാട് കൂടി വരുന്നത്. രജിസ്ട്രാർ പുറത്തു പോകട്ടെ എന്നുള്ള വിസിയുടെ നിലപാടിനോട് സർക്കാർ എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുക? വിസി ഏതെങ്കിലും തരത്തിൽ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ തുടർന്ന് നിൽക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമോ, അതോ ഈ ഘട്ടത്തിൽ വിസി കൈയൊഴിയാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറാകുമോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഒരു സമവായത്തിന് സർക്കാർ നീക്കം തുടങ്ങിയ നിലയ്ക്ക് ഇനിയിപ്പോൾ രജിസ്ട്രാറുടെ കാര്യത്തിലാണ് ഒരു തീരുമാനമാകേണ്ടത്. രജിസ്ട്രാറുടെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും സർക്കാർ മുൻകൈയെടുക്കുക? ഇപ്പൊ ചോദിച്ചതാണ് പ്രധാനപ്പെട്ട വിഷയം. രജിസ്ട്രാറുടെ വിഷയത്തിൽ ഒരു സമവായത്തിന്റെ പാത സംസ്ഥാന സർക്കാർ എല്ലാം തുറന്നിട്ടു. അതിന്റെ ഭാഗമായിട്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മോഹൻ കുന്നുമ്മലിനെ സംഘപരിവാറുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന, സംഘപരിവാർ പറയുന്ന മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന വിസിയെ നേരിട്ട് വിളിച്ച് മന്ത്രി ചർച്ച നടത്തി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് കൂടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നു. SFIയുടെ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്നു. SFI പ്രതിഷേധിക്കുന്നില്ല, അദ്ദേഹം ഒപ്പിടുന്നു. അതിനുശേഷം മന്ത്രിയുടെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തുന്നു. സിൻഡിക്കേറ്റ് വിളിക്കണം എന്ന ആവശ്യം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് മന്ത്രിക്ക് തന്നെ മറുപടി നൽകുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഇപ്പോഴും ആ കടുംപിടുത്തത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. താൻ സസ്പെൻഡ് ചെയ്ത ആളാണ് KS അനിൽകുമാർ. അദ്ദേഹം ആദ്യം പുറത്തു പോകട്ടെ എന്നുള്ള നിലപാടിലാണ് മോഹൻ കുന്നുമ്മൽ ഉറച്ചു നിൽക്കുന്നത്. അതിനുശേഷം സിൻഡിക്കേറ്റ് വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. സിൻഡിക്കേറ്റ് വിളിക്കാനുള്ള പ്രശ്നം ഒരുപക്ഷെ നിയമപരമായ അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടാകും. കാരണം സിൻഡിക്കേറ്റാണ് രജിസ്ട്രാർ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ്. അതുകൊണ്ട് വിസി എന്തെങ്കിലും പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് മറികടന്നുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനം എടുക്കാൻ കഴിയും. അത് വായതുകൊണ്ടായിരിക്കും പക്ഷെ അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കാനുള്ള തീരുമാനം നടപ്പാക്കാത്തത്. ഈ സംസ്ഥാന സർക്കാർ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമവായ ഫോർമുലകൾ തയ്യാറാക്കുന്നുണ്ടോ എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അനിൽകുമാർ ഇനി അവധിക്ക് പോവുകയോ ഡെപ്യൂട്ടി രജിസ്ട്രാറിന്റെ ചുമതല നൽകുകയോ ഈ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾക്ക് ചുമതല നൽകുകയോ ഒക്കെ ചെയ്യുമോ, അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി നോക്കി കാണേണ്ടിയിരിക്കുന്നു. അത് വരും സമയങ്ങളിൽ അങ്ങനെയുള്ള തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ പൂർണ്ണമായും കീഴടങ്ങി, വിസിക്ക് മുന്നിൽ കീഴടങ്ങി, ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. എന്തായാലും ഇപ്പോ വിസി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്. ഇന്നലെ CPM-ഉം സർക്കാരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ച് സംസാരിച്ചിട്ടും ഇദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി ചുമതല ആർക്കെങ്കിലും നൽകാൻ വേണ്ടി തീരുമാനമെടുത്താൽ, ഈ രണ്ടുപേരും അല്ലാതെ പുതുതായിട്ട് ആരെങ്കിലും നൽകാൻ വേണ്ടി തീരുമാനമെടുത്താൽ അത് ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട അവർ എത്രത്തോളം വഴങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രജിസ്ട്രാർ അങ്ങനെ തുടരട്ടെ എന്ന തീരുമാനമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ ഇടതിന് പ്രാമുഖ്യമുള്ള സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ വഴങ്ങിയിട്ടില്ല എന്ന് പറയാം. ഇനി സേഫ്, അതായത് രജിസ്ട്രാർ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ സർക്കാരോ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് വീണ്ടും അറുതിയാകുന്നില്ല. കാരണം അത് തന്നെയാണ് ആ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും രജിസ്ട്രാർ തുടരുന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ വിസിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സർക്കാരിന് രജിസ്ട്രാറുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രജിസ്ട്രാറിന് വലിയ പിന്തുണ കൊടുക്കുന്ന സർക്കാരിനെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഈ ഘട്ടത്തിൽ രജിസ്ട്രാറിനെ കൈവിട്ടാൽ അത് സർക്കാർ ഗവർണർക്ക് മുൻപിൽ അല്ലെങ്കിൽ വിസിക്ക് മുന്നിൽ പൂർണ്ണമായൊരു കീഴടങ്ങലാണ് എന്നുള്ള ഒരു ധ്വനി കൂടി സർക്കാരിന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാതെ രജിസ്ട്രാറെ സംരക്ഷിക്കുക തന്നെയായിരിക്കുമോ സർക്കാർ ചെയ്യുക? ചോദ്യത്തിനുള്ള പൂർണ്ണമായ ഉത്തരം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുന്നില്ല. ഇന്നലെ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് മന്ത്രി വിസിയോട് പറഞ്ഞത് അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അത് പരിഗണിക്കാം എന്ന മറുപടി വിസി മോഹൻ കുന്നുമ്മൽ നൽകി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രിയെ കണ്ടിരുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിക്കണം എന്നുള്ളതാണ്. അവർ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ
സിൻഡിക്കേറ്റ് ആണ് ഈ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി എന്നുള്ളത് രജിസ്ട്രാറുടെ. അതുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയും. BSc എതിർത്തായാലും തീരുമാനമെടുക്കാൻ കഴിയും. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, സ്റ്റാറ്റ്യൂട്ടിലെ 6 പ്രകാരം സിൻഡിക്കേറ്റ് ആണ് അന്തിമ ബോഡി. അതുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയും. BSc അതിന് മറികടന്ന് വേറെ എന്തെങ്കിലും തീരുമാനം നിയമപരമായി നിലനിൽക്കുകയില്ല. അത് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതിയുടെ നേരത്തെ വിധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വഴങ്ങിക്കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് നമ്മൾ വരും സമയങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ് ജിൽസി.